ഗായ്സ്, എന്തല്ല ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റ് ചായക്ക് ദോശയായിരുന്നു. അപ്പം ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സായും എണീറ്റിട്ടോ. പിന്നെ ഒരു ബോൾ പോലത്തെ ഒരു തേങ്ങ കണ്ട നല്ല റൗണ്ടിൽ. അപ്പോൾ അത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ പൊട്ടിക്കായിരുന്നു. അപ്പോഴത്തേക്ക് സായു എണീറ്റിട്ട് അവിടെ അടുക്കളയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. ചില ദിവസമൊക്കെ അങ്ങനെ മര്യാദയ്ക്കൊക്കെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പാട് കരച്ചിൽ തുടങ്ങും അവനെ എടുത്ത് നടക്കുന്നത്. പിന്നെ നല്ല വെള്ളം മൂടായിരുന്നു. അപ്പോൾ അവനും പല്ലൊക്കെ തേച്ച് ഇരിക്കുകയാണ്. അപ്പോൾ തേങ്ങ വെള്ളം കിട്ടിയപ്പോൾ അത് കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം കുടിക്കാൻ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് പറയുന്നുണ്ടോ സൂപ്പർ എന്നാണ് പറയുന്നത്. ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇവനിങ്ങനെ ഇങ്ങനത്തെ വെള്ളം രാവിലെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിപ്പോൾ എന്തോ വെള്ളമായിക്കോട്ടെ, അതിൻ്റെ കൂടെ കുറച്ച് മധുരവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ സൈഡിൽ നമ്മുടെ ദോശയാവുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ഇവനും ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഫോണിൽ കാണിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷം. അപ്പം ചമ്മന്തിക്കുള്ള തേങ്ങ വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവർ ഓരോന്ന് കാണിക്കുന്നുണ്ടോ, അത് കാണുമ്പോൾ എനിക്കൊരു രസമാണ്. ഈ തേങ്ങ അരവുന്ന സൗണ്ട് കേട്ടാൽ ഇപ്പോൾ അവൻ കളിക്കുവാണെങ്കിൽ ഞാൻ തേങ്ങ അരവുന്ന സൗണ്ട് കേട്ടാൽ വേഗം ഓടി വരും കേട്ടോ തേങ്ങ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ തിന്നുന്നതുകൊണ്ട് ഞാൻ തിന്നണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അതവന് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ എടുത്തു. പച്ച ചമ്മന്തി കേട്ടോ, കാരണം ഇത് മുളകിൻ്റെ പച്ച കളറല്ല, കറിവേപ്പിലിട്ടാണ് പച്ച കളറാണ്. അപ്പോൾ ചമ്മന്തി ഒരു സൈഡിലാവുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തീർന്നിട്ടൊന്നുമില്ല. ഈ ഒരു ചമ്മന്തിയും ദോശയാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. ബാക്കി ഓരോ കടി ഉണ്ടാക്കും, എന്നാൽ ഈ ചമ്മന്തി അവന് തിന്നാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് ചായ കുടിക്കുക. അവന് തണുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ ഒഴിച്ചിട്ടുണ്ട് ചായ. അപ്പം ഞങ്ങൾ ചായ കുടിക്കും. ഞാൻ ഇത്രയും നേരം അവൻ എൻ്റെ കാലേ ചുറ്റി നടക്കുമായിരുന്നു. കാരണം നിലത്തൊന്നും ഇറങ്ങാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ പുറകെ തന്നെ. തിന്നാൻ വിളിച്ചപ്പോൾ അവന് കളിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവനെ വിളിച്ച് വരുത്തി ദോശ ഞാൻ പറഞ്ഞു ചമ്മന്തി തിന്നാൻ സാധ്യത ഓടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ അവനും കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനും തിന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കൂടുതൽ നിലത്ത് തന്നെ ഇരുന്നിട്ടാണ് തിന്നാൻ. എനിക്കും ഇഷ്ടം അങ്ങനെ തന്നെ, നിലത്തിരുന്ന് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പായിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തിന്നും. അപ്പോൾ കണ്ടോ ചമ്മന്തി ചൂണ്ടി കാണിക്കുക തിന്നാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ചായ കുടി കഴിഞ്ഞു, പാത്രം കഴുകി കഴിഞ്ഞു. എനിക്ക് കറി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിയത്. അപ്പം ഞാൻ കുറച്ച് കറിയും വെച്ചു, കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു. സായുവിന് കറി വെക്കുന്ന ഇഷ്ടമല്ല, അവൻ വറുത്തിട്ടുള്ള. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള മെയിൻ പരിപാടി എന്താ, പാത്രം കഴുകുക. രാവിലെ ചായ കുടിച്ചപ്പം മുതൽ ഉള്ള പാത്രം ഫുള്ളുണ്ടാവും. അപ്പോൾ അത് മൊത്തം ഞാനിങ്ങനെ എല്ലാം ഒന്നിച്ച് വരുമ്പോൾ അങ്ങനെ കഴുകി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ വൃത്തിയാക്കൽ. എനിക്ക് ഈ വാഷ് ബേസിൻ്റെ ഈ സൈഡ് എനിക്ക് ഒരു ദിവസം ഞാനൊരു 10-15 വട്ടമെങ്കിലും വൃത്തിയാക്കും. എന്താണെന്നറിയില്ല, കാരണം അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ചെറിയ വെള്ളം കുറച്ചെങ്ങാനും അതിൻ്റെ അപ്പുറത്ത് തെറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തം അവിടെ ക്ലീൻ ചെയ്യും. പിന്നെ അത് ഒരു തരത്തിലൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ചിലരുണ്ടാവുമല്ലോ, കുറച്ചൊരു വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം തുടയ്ക്കാനുള്ളതിന് അവിടെ ആ ഭാഗം മൊത്തം തുടയ്ക്കും. പിന്നെ ഭക്ഷണമൊക്കെ ആക്കി കഴിഞ്ഞ് ചായ കൂടി എല്ലാം കഴിഞ്ഞുകൊണ്ട് കറിയും ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഗ്യാസൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കുമല്ലോ. ഡെയിലി ഞാനിങ്ങനെ ഗ്യാസ് സോപ്പിട്ട് കഴുകില്ല കേട്ടോ. ഇടയ്ക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ, കാരണം അങ്ങനെ കറ വരാറുള്ളൂ. കാരണം ഞാനിത് കറയാകുമ്പോൾ തന്നെ ഇങ്ങനെ തുടച്ചെടുക്കും. പിന്നെ ഇടയ്ക്കൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ അടിച്ചു വാരാനുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം രാത്രി, അതായത് ഇപ്പോൾ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി അടിച്ച് തുടച്ചിട്ട് ഞാൻ തുടച്ചിടും. അപ്പോൾ രാവിലത്തേക്ക് പ്രത്യേകിച്ച് വൃത്തികേടൊന്നും ഉണ്ടാവില്ല, ചെറിയ പൊടിയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി തുടച്ചിട്ടായിരുന്നു. പിന്നെ തലയ്ക്കാനുള്ള തുണി ഇടുന്ന കൊട്ടയായിട്ടാണ്, സായുവിൻ്റെ കുഞ്ഞിതിലെ കൊട്ടയായിരുന്നു. അപ്പോൾ അടുക്കളയും അടിച്ച് തുടച്ചിടുകയാണ്. അപ്പോൾ ഫുള്ള് ക്ലീനായിട്ട് ലാസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പം അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടോ താഴെ, അത് ഗ്ലാസ് പൊട്ടിയതാട്ടോ. എനിക്ക് മാസത്തിൽ 2 ഗ്ലാസ്സെങ്കിലും എനിക്ക് പൊട്ടിക്കണം, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെയും കൂടെ ഒന്നും കൂടെ അടിച്ചിട്ടു. പിന്നെ ഉണ്ണിയേട്ടൻ ചായ കുടിക്കും. ഉണ്ണിയേട്ടൻ രാവിലെ പോവും. പിന്നെ ചായ കുടിക്കാൻ വന്നപ്പോഴുള്ളൊരു തിരിച്ചു പോക്കാണ് കാണുന്നത്. അപ്പോൾ സായു അച്ഛാ പോട്ടെ, അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് സായു കേട്ടോ കുറേ നേരം കളിക്കാനിരിക്കും കേട്ടോ. കാരണം അവനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന കാണുമ്പോൾ എനിക്കും പാവം തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ അവൻ്റെ കൂടെ കുറേ നേരം കളിക്കും. അപ്പോഴാണ് ഇവനിങ്ങനെ ഓരോ കഥയൊക്കെ പറയും, ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും.
അതൊക്കെ ഇങ്ങനെ കേട്ട് അവൻ്റെ കുറേ നേരം വണ്ടി. അപ്പം ഞാൻ അവിടെ ഇരുന്ന പോലെ അവനും കാലൊക്കെ നീട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു വണ്ടി എൻ്റെ കൂടെ തന്നിട്ട് കളിക്കാമെന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഫിഷ് ടാങ്ക് ഫുള്ള് കാറ പിടിച്ചിട്ട് പച്ച കളറായിട്ടിരിക്കുക. ആ ഗ്ലാസ്സിൽ മാത്രം വെള്ളം ക്ലീനാണ്, പക്ഷേ ഗ്ലാസ്സിൽ ഫുള്ള് പച്ച പായൽ പിടിച്ചിരിക്കുക. അപ്പോൾ വിചാരിച്ച് ഇന്ന് അതങ്ങ് വൃത്തിയാക്കാം. എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ പണി ഇന്ന് കഴിഞ്ഞിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നേരത്തെ പണി ചെയ്യും. അപ്പോൾ ആ കല്ലും കുറേ കക്കയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വൃത്തിയാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേ ചെടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. സായുവിൻ്റെ കളിക്കുന്ന പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചിട്ട് അതിൽ കല്ലൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കി വെച്ച്. പിന്നെ ഇന്ന് എനിക്ക് ഈ ഒരു ഫ്രെയിം, ഇത് തമിഴ്നാട്ടിലേക്ക് അയക്കാനുള്ള കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രെയിം എനിക്ക് പാക്ക് ചെയ്യണം. പേടിച്ചുകൊണ്ടാണ് പാക്ക് ചെയ്യുന്നത്, കാരണം അവിടെ എത്തണ്ടേ വൃത്തിയായിട്ട്. ഈ കൊറിയറുകാരുടെ ഏറുന്ന ചമ്മതിരി ഏറാം. അപ്പോൾ അവരതേ പറഞ്ഞായിരുന്നു, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യണം, എന്നിട്ട് പൊതിയണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ഫ്ലവറിൻ്റെ ഒരു ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ഈ തെർമോക്കോൾ എൻ്റെ ദൈവമേ പൊട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അവിടെ ഇങ്ങനെ പടരുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ആയില്ല, അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു തെർമോക്കോൾ അങ്ങ് റൂമിൽ വരെ എത്തിയിട്ടുണ്ട്. കാരണം ചെറിയൊരു കാറ്റടിച്ചത് പറന്നതാവുമല്ലോ. അങ്ങനെ തെർമോക്കോളും കാർഡ്ബോർഡും മറ്റേ സ്പഞ്ച് ഷീറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ക്ലിയറായിട്ട് നല്ല സെക്യൂറായിട്ടൊക്കെ റാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എത്തുമ്പോഴത്തേക്കും എങ്ങനെ എവിടെയെങ്കിലും കുത്തിയിട്ട് എന്തെങ്കിലും ഡാമേജ് വരുമെന്നൊക്കെ പേടിയാണ് എനിക്ക്. ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ അയക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അടിച്ചു വാരി ഫുള്ള് വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് സായം ഉറങ്ങി കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ ദോശയാണ്, രാവിലത്തെ ചമ്മന്തി ബാക്കിയിട്ടത്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും പിന്നെ ചോറിനുണ്ടാക്കിയ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു, അതൊക്കെ തിന്ന്. അപ്പോൾ സായു ഇടയ്ക്കൊന്ന് എണീറ്റിരുന്ന്. അപ്പോൾ അവനെ ഒന്നും കൂടെ എടുത്ത് ഉറക്കി വന്നു കഴിഞ്ഞതാണ്. മഴയായിട്ടോ, ഇത്രയും നേരം മഴയൊന്നുമില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനിരുന്നപ്പോൾ തൊട്ടും മഴ. കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, അതായത് മൈക്ക് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സൗണ്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. കാരണം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കൊച്ചിനെയൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തെങ്കിലും മഴയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരെ അലക്കുന്നതോ ഒന്നുമില്ലേ, വെറുതെ കടന്ന കോഴികൾ കലകലാന്ന് വെക്കും. അപ്പോൾ ഇപ്പം അതാ മഴ നല്ല അടി, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ചീഞ്ഞ മഴ ഉണ്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് സായി ഉറങ്ങി. ഇതിനിടയിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അലക്കാനുണ്ടായിരുന്നു, അലക്കി കുളിച്ചു, സായുവിന് ഭക്ഷണം കൊടുത്തു, ഞാൻ കഴിച്ചു, അവനെ കുളിപ്പിച്ച് ഉറങ്ങി. കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ ചാർജിലിട്ടിട്ടാണ് അതൊക്കെ ചെയ്തത്. കാരണം എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചാർജില്ലെങ്കിൽ അപ്പോൾ ചാർജിലിട്ട് ചാർജ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ സായു എണീക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അതൊക്കെ തന്നെ. നല്ല മഴ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് കുറച്ചേരം ഒന്ന് കിടക്കണം. പിന്നെ നേരത്തെ പാക്ക് ചെയ്ത ആ ഒരു ഫ്രെയിമില്ലേ, അതിനി അഡ്രസ്സൊക്കെ എഴുതിയിട്ട് പിന്നെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് ചില്ലറ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അവൻ എണീക്കുമ്പോഴത്തേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. എനിക്ക് 98 സബ്സ്ക്രൈബേഴ്സായി, 2 ആളും കൂടെ 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.